ഹായ് ഗേൾസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കന്യാകുമാരിയിലെ ഓസിയൻ ഹെറിറ്റേജിലാണ്. അപ്പോൾ ഓസിയൻ ഹെറിറ്റേജ് ഹോട്ടലിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ഓസിയൻ ഹെറിറ്റേജ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് എൻട്രൻസ്. അത് അകത്തോട്ട് കാണുന്നതാണ് റിസപ്ഷൻ. അപ്പോൾ കയറി ചെല്ലുമ്പോഴത്തേക്കാണ് റിസപ്ഷൻ ഉള്ളത്. 2 കസേരയും സൈഡിൽ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അതിന് നമ്മൾ ലിഫ്റ്റിൽ കയറി 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂമുള്ളത്. അപ്പം നല്ല റിസപ്ഷനൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ 5th ഫ്ലോറിലാണ് ഇവരുടെ റെസ്റ്റോറൻറ്റ്. രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ആണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ 2nd ഫ്ലോറിലോട്ട് ലിഫ്റ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്നിട്ട് 2nd ഫ്ലോർ എത്താറായി. ഇപ്പോൾ നമ്മുടെ ലിഫ്റ്റ് ഓപ്പൺ ആവാറായിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. ആദ്യം ചേട്ടൻ റൂമിലോട്ട് പോയി റൂം ഓപ്പൺ ചെയ്തു. നമ്മുടെ റൂം നമ്പർ വന്നിട്ട് 308 അപ്പം റൂം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് റൂമിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് കാണാം. അങ്ങനെ ചേട്ടൻ റൂമിനകത്ത് കയറി ലൈറ്റൊക്കെ ഇട്ടു. അപ്പം ഞാൻ റൂം നമ്പർ കാണിച്ചു തരാൻ വേണ്ടി ഞാൻ കയറാൻ പോണതേ ഉള്ളൂ. അപ്പോൾ റൂം നമ്പർ 308. പിന്നെ അതെന്താ നേരെ ഡോറ് തുറന്ന് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്ക് സൈഡിൽ AC. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കട്ടിൻ്റെ മേളിലായിട്ട് തന്നെ ഒരു ഫ്രെയിം ചെയ്ത ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഫോട്ടോ. പിന്നെ അതായത് 2 താറാവ് ഇരിക്കുന്നതാണ്. പിന്നെ അതിന് സൈഡിലായിട്ട് ബെഡിൻ്റെ 2 സൈഡിലായിട്ട് തന്നെ ക്യൂട്ടായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ലൈറ്റ് ഉണ്ട്. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ലൈറ്റ്. പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ വെക്കാനായിട്ടുള്ള ബെഡിൻ്റെ സൈഡിൽ തന്നെ അതിനുള്ള സെറ്റപ്പും ഉണ്ട്. പിന്നെ ബെഡ് നല്ല കംഫർട്ടബിൾ ബെഡാണ്. പിന്നെ സൈഡിലോട്ടാണ് നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള മിററൊക്കെ ഉള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫ്രെയിം ചെയ്ത് വെച്ച പിക്ചർ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്. സൈഡിലാണ് നമ്മുടെ AC ഇരിക്കുന്നത്. പിന്നെ ഇതാണ് മേക്കപ്പ് ചെയ്യാനുള്ള മിറർ. അത്യാവശ്യം വലിയ മിററാണ്. പിന്നെ 2 കസേര, ഒരു സ്റ്റൂളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ടാണ് TV ഉള്ളത്. അതിന് ഇതാണ് മേക്കപ്പൊക്കെ ചെയ്യാൻ പറ്റിയ മിറർ. പിന്നെ അത് കഴിഞ്ഞിട്ട് സൈഡിലായിട്ടൊരു കബോർഡുണ്ട്. ഈ ടിഷ്യൂ ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ് മുഖം തുടയ്ക്കാൻ വേണ്ടി. അത് ഞാൻ കൊണ്ടുവന്ന ലഗേജ്. ഇത് നമുക്ക് ലഗേജൊക്കെ വെക്കാനായിട്ടുള്ള കബോർഡാണ്. കബോർഡിനകത്ത് ഞാൻ ഇപ്പോൾ ഒന്നും വെച്ചിട്ടില്ല. പിന്നെ നേരെ അത് കഴിഞ്ഞിട്ട് ബാത്റൂമിലോട്ട് പോവാം. ബാത്റൂം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്, നല്ല നീറ്റുമാണ്. പിന്നെ അതുപോലെ തന്നെ 24 hours ഹോട്ട് വാട്ടറും അവൈലബിൾ ആണ്. പിന്നെ ബാത്റൂമിനകത്തും വലിയ മിററുണ്ട്. അപ്പോൾ അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു ബാത്റൂമാണ്. ആയപ്പോഴത്തേക്ക് നമ്മൾ നേരെ ബീച്ചിലോട്ട് ഇറങ്ങി. ബീച്ചിൽ നിന്ന് നേരെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗാന്ധിജി എക്സിബിഷൻ ഹാളിലോട്ടാണ് കയറിയത്. അങ്ങനെ ഗാന്ധിജി ജനിച്ച വർഷം അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസും പിന്നെ അതുകൊണ്ട് ഓരോ ഫോട്ടോസുകളും വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ അതിൻ്റെ ഡീറ്റെയിൽസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്.
നമ്മൾ മേളിലോട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ കണ്ടത്. അപ്പം ഈ സൈഡിലായിട്ട് നമുക്ക് വിവേകാനന്ദ കാണാൻ പറ്റും. ഈ ബീച്ച് വ്യൂ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.